ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണവ റോസ്റ്റ് വെച്ച് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട് ഞാനിവിടെ. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് 2 പച്ചമുളക്, 2 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കണവ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. തൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളകും പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഉടഞ്ഞ് യോജിച്ച് ചേരണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശമൊക്കെ ഒന്നായി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സവാളയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ചേർന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് കാണത്തുള്ളൂ, അതിൻ്റെ ഗ്രേവിക്ക്. സവാള വാടാതെ ഒരു പച്ച കളർ തന്നെ പച്ചയിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കറി. അതിപ്പോൾ ഏത് കറിയാണെങ്കിലും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ആ ഒരു മസാല നല്ലപോലെ വെന്ത് ചേരുമ്പോഴാണ് ആ ഒരു ഗ്രേവിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഗ്രേവിയൊക്കെ ആയി വരുന്നുണ്ട്. വാടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട്. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഗ്രേവിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കണവയിൽ തന്നെ ആവശ്യം പോലെ വെള്ളം ഉണ്ടാകും അതിന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ കണവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. വെള്ളം അതിൽ നിന്ന് തന്നെ ഊറി ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ കണവ വേവാനുള്ള വെള്ളം ഉണ്ടായിരിക്കും.
മല്ലിയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച കണവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു നീളത്തിനാണ് അരിഞ്ഞിട്ടുള്ളത്. ചെറിയ പീസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് കുറച്ച് നീളം കൂടുതലായിട്ടാണ് ഞാൻ അരിഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വറ്റിച്ച് നമുക്ക് ലാസ്റ്റ് നിന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ കണവ റോസ്റ്റ് റെഡി.